ടെൻത്തിന്റെ ലാസ്റ്റ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോവാണ്. NID അഹമ്മദാബാദിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ ഡിസൈനിങ് ഫീൽഡ് ലൈക്ക് നമ്മളിവിടെ ബേസിക്കലി ഫോട്ടോ നോക്കി ഇങ്ങനെ കുത്തി വരയ്ക്കില്ല, അങ്ങനത്തെ വരയ്ക്കില്ലേ. ഹായ് നേഹ, കൺഗ്രാറ്റ്സ്. NIDയിൽ നല്ല റാങ്ക് മേടിച്ചു. ഇപ്പോൾ അഹമ്മദാബാദിലോട്ട് പോകാനുള്ള തിരക്കില്ലാന്നൊക്കെ അറിയാം. ലൈക്ക് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് കോച്ചിങ്ങിനെ കുറിച്ചും ഗായനെ കുറിച്ചും ഒക്കെ. ഇയാൾ കരിയറിൽ ഡിസൈനിങ് ഓപ്റ്റ് ചെയ്തപ്പം എങ്ങനെയാണ് ഗായനെക്കുറിച്ച് അറിഞ്ഞതും എന്തുകൊണ്ടാണ് ഗായ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതും ഒക്കെ? ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഗായനെ കുറിച്ച് അറിയുന്നത്. പിന്നെ ഞാൻ കുറേ ഇൻഫർമേഷനൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട്സും നല്ല അറ്റൻഷനും കിട്ടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗായയിലേക്ക് വന്നത്. അറ്റ്മോസ്ഫിയറും ഫാക്കൽറ്റീസും ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്തത് ഗായ? ആക്ച്വലി ഗായയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഡ്രോയിങ്ങിൽ തന്നെ നോക്കിയവരെന്ന് വെച്ചാൽ കൂടി അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. പക്ഷേ ബേസിക് ഇങ്ങനെ പെർസ്പെക്റ്റീവ്സും അതൊക്കെ ഞാൻ ഗായയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. എല്ലാത്തിനെ കുറിച്ചും ഇൻഫർമേഷൻസും കൂടുതൽ തരുമായിരുന്നു. ഇവിടെ വന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ടിപ്സും ഒക്കെ ഒബ്വിയസ്ലി ഗായയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് ഞങ്ങൾ പറയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അപ്പം തന്നെ അവർ മാറ്റിത്തരുകയും ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗായ മാം എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തന്നിരുന്നു? ഗായ മാം എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ വരുമ്പോൾ ഓരോ വർക്കിനെ കുറിച്ചും നല്ല ഫീഡ്ബാക്കും ഒക്കെ ഗായ മാം പേഴ്സണലി വന്ന് തന്നിട്ടുണ്ട്. ഡിസൈനിങ് ആയിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളായിരുന്നോ? ഞാൻ അത്യാവശ്യം വരയ്ക്കുമായിരുന്നു ചെറുപ്പം മുതൽ. ചെറുപ്പത്തിൽ ഇങ്ങനെ ഉന്നിത്താഴ് ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ കൊണ്ടുപോയി അങ്ങനെ അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. പക്ഷെ അതല്ലാണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് തോന്നിയത്. ലൈക്ക് നമ്മളിവിടെ ബേസിക്കലി ഫോട്ടോ നോക്കി ഇങ്ങനെ കുത്തി വരയ്ക്കില്ല, അങ്ങനത്തെ വരയ്ക്കലായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ നമ്മളായിട്ട് ഉണ്ടാക്കി വരയ്ക്കലോ അങ്ങനെയൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ തുടങ്ങുന്നത്. NID എന്ന് പറയുന്നൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് ഇങ്ങനെ കോച്ചിങ് സെൻറ്റർ ഉണ്ട്. ഇതൊക്കെ ആദ്യം തൊട്ടേ അറിയായിരുന്നോ, അല്ലെങ്കിൽ സ്കൂളിന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ആണോ? ആക്ച്വലി ഞാൻ ഒരു 9th ഗ്രേഡോ ഒരു +1 10th അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അങ്ങനെ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ 9th 10th ഇങ്ങനെ ഇത്ര അറ്റാച്ച്മെൻറ്റോ അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ 10th ലാസ്റ്റ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോവാം, ഈ ഡിസൈനിങ് ഫീൽഡ് എടുക്കാം, ഇങ്ങനത്തെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ മനസ്സിലായത്. പിന്നെ +2 കഴിഞ്ഞ് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഗായയെക്കുറിച്ച് അറിയുന്നത്. നിങ്ങൾ അഹമ്മദാബാദിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നേഹ ഒറ്റയ്ക്കല്ല, കൂടെ വേറെ 2 പേരുണ്ട്. അവരും ഗായയിൽ പഠിച്ചവർ തന്നെയാണ്. എന്താ എക്സ്പെക്റ്റേഷൻ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സ്, ലാംഗ്വേജ് വേറെയാണ്, എങ്ങനെയാണ്, എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്? എങ്ങനെയാണെന്നറിയില്ല, ഒരു നല്ല എക്സൈറ്റഡ് ആണ്. NID അഹമ്മദാബാദിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കുറേയൊക്കെ ലക്കാണ്, കുറേയൊക്കെ ഇവിടുത്തെ ഹെൽപ്സും എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ടാണ്. അഹമ്മദാബാദ് കിട്ടിയത് ഭാഗ്യം. ഇനി അവിടെ പോയി എങ്ങനെയാണെന്നറിയില്ല. ഐ ഹോപ്പ് ഐ എൻജോയ് മൈ ക്യാമ്പസ് ഡേയ്സ്.